വൈമാനിക തന്ത്രം, അതായത് ഏവിയേഷനെ കുറിച്ചുള്ള പുതിയ വീഡിയോയിലേക്ക് സാദരം നമസ്കാരം. യാനപാത്രങ്ങൾ കരയിലൂടെയും വെള്ളത്തിലൂടെയും ആകാശത്തിലൂടെയും സഞ്ചരിക്കുന്ന യാനപാത്രങ്ങൾ, അവയെക്കുറിച്ച് വേദങ്ങളിൽ ഒട്ടേറെ പരാമർശമുണ്ട്. ആകാശമാർഗേ വിമാനങ്ങളെങ്ങനെ എന്ന് എഴുത്തച്ഛൻ പല സന്ദർഭത്തിൽ രാമായണത്തിൽ പല സന്ദർഭങ്ങളിൽ ആകാശത്തിൽ വിമാനങ്ങൾ, ദേവന്മാർ വിമാനങ്ങളിൽ വന്ന് രാമന്റെ സാഹസകൃത്യങ്ങളെ, യുദ്ധജയം മുതലായവയിൽ ആകാശത്തിൽ വന്ന് പുഷ്പവൃഷ്ടി ചെയ്യുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അതൊരു സങ്കല്പം എന്ന് വിചാരിക്കാം. അപ്പം യാനപാത്രങ്ങൾ എന്ന സങ്കല്പം അത് സങ്കല്പം മാത്രമായിരുന്നില്ല. ശരിയായ യാനമാർഗത്തെക്കുറിച്ച്, യാന നിർമ്മാണത്തെക്കുറിച്ചാണ് പറയുന്നത്. വേദത്തിൽ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, വേദത്തിൽ പറയുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോ ആ സങ്കല്പം പല വിധത്തിൽ പല രൂപത്തിൽ പിൽക്കാലത്തും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ക്ഷേത്രങ്ങളുടെ രൂപങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മേരുമന്ദര കൈലാസ വിമാനച്ചന്ത നന്ദന, വിമാനച്ചന്തം, വിമാനഗോപുരങ്ങളോട് കൂടിയ ശ്രീകോവിലുകൾ ഉണ്ട്, കേരളത്തിൽ തന്നെ ഉണ്ട്. അതുപോലെ ആകാശ സഞ്ചാരത്തെക്കുറിച്ച് സംസ്കൃതത്തിലെയും പല കൃതികളിലും, പ്രത്യേകിച്ചും മാഘത്തിൽ ചയസ്തുഷാമിത്യവതാരിതപുര തതശരീരീതി വിഭാവിതാകൃതിയും വപുർവിഭക്താവയവം പുമാനിധി ക്രമാതമുന്നാരദൈത്യബോധിസ. നാരദൻ വരുന്നതിനെ കുറിച്ച് ആദ്യം പ്രകാശഗോളം വരുന്നത് പോലെ തോന്നുന്നു, പിന്നെ ഒരു ശരീരമുള്ള ആളാണെന്ന് തോന്നുന്നു, പിന്നെ അവയവങ്ങളാൽ വിഭക്തമായ ഒരു സ്വരൂപമാണെന്ന് മനസ്സിലാകുന്നു, പിന്നെ താഴെത്തുമ്പോഴേക്കും നാരദനാണെന്ന് മനസ്സിലാകുന്നു. അപ്പൊ ആകാശ സഞ്ചാരിയാണ് നാരദൻ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ആകാശം സഞ്ചാരം എന്നർത്ഥത്തിൽ, ഈ ആകാശവാഹനം എന്നർത്ഥത്തിൽ വളരെ പ്രസിദ്ധി പെറ്റതാണ് പുഷ്പക വിമാനം. രാമായണത്തിൽ പറയുന്ന പുഷ്പക വിമാനം, അതിൻ്റെ അധികാരി വൈശ്രവണനായിരുന്നു, കുബേരനായിരുന്നു എന്നും, രാവണസ്തു തതോഗത്വാ രണേ ജിത്വാ ധനാധിപം ലങ്കാപുരിയും പുഷ്പകഞ്ച കൃത്വാ തത്രാവസൽ സുഖം. അപ്പോ രാവണൻ ബ്രഹ്മാവിൽ നിന്നും വരം നേടിയതിന് ശേഷം നേരെ കുബേരന്റെ അടുത്ത് ചെന്ന് കുബേരനെ യുദ്ധത്തിൽ ജയിച്ച് ലങ്കാപുരിയെയും, കുബേരനായിരുന്നു ലങ്കാപുരിയുടെ അധിപൻ, ലങ്കാപുരിയെയും പുഷ്പക വിമാനത്തെയും കുബേരനിൽ നിന്ന് നേടിയെടുത്തു. എന്നിട്ട് സുഖമായി ലങ്കയിൽ വിമാനത്തോടൊപ്പം അതിൽ സഞ്ചരിച്ചുകൊണ്ടും ലങ്കയിലെ ഐശ്വര്യം ആസ്വദിച്ചുകൊണ്ടും സുഖമായി വസിച്ചു എന്നൊക്കെ രാമായണത്തിൽ പരാമർശിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കഥകളാണ് പുഷ്പക വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ വേദങ്ങളിൽ പറയുന്നത് യാനപാത്രങ്ങൾ, യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്. വായുവിനെ രഥത്തിൽ പ്രവേശിപ്പിച്ച് കാറ്റിന്റെ ഗതിക്ക് അനുകൂലമായി രഥങ്ങളെ വായുവിനെ രഥത്തിൽ പ്രവേശിപ്പിച്ച് കാറ്റിന്റെ ഗതിക്ക് അനുകൂലമായി രഥത്തെ ചലിപ്പിക്കുക എന്ന് വേദത്തിൽ പറയുന്നു. കുതിര കൂടാതെ തന്നെ, കുതിര ഉണ്ടായാലും കുതിര ഇല്ലെങ്കിലും എങ്ങനെ രഥസഞ്ചാലനം കഴിയുമെന്ന് പറയുന്നു. ഋഗ്വേദത്തിൽ തന്നെ പ്രവോവായും രഥയുജം കൃണുധ്വം എന്ന സൂത്രത്തില് കാറ്റുകൊണ്ട് ഓടിക്കുന്ന രഥത്തെക്കുറിച്ച് പറയുന്നു. 2ഉം 3ഉം തട്ടുകളുള്ള തരത്തിലുള്ള രഥത്തെക്കുറിച്ച് പറയുന്നുണ്ട്, തേരിനെ കുറിച്ച് പറയുന്നുണ്ട്. അനശ്വരഥം രഥത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ, ആ വിവരണത്തിൽ വിമാനം മുതലായവയെ, കുതിരയില്ലാതെ ഓടുന്ന കാറ്റ് നിറച്ച് ഓടുന്ന വിമാനങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നു. പുഷ്പകം നാമ വിമാനം കാമകം ശുഭം, തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓടുന്ന
അവിടത്തേക്ക് ഓടിച്ചെത്താൻ കഴിയുന്ന വിമാനമാണ് പുഷ്പക വിമാനം. രാവണ രാജധാനിയിൽ ഹനുമാൻ പുഷ്പകം അന്തരീക്ഷത്തിൽ നിർത്തിയതായി കണ്ടിട്ടുണ്ട് എന്ന് രാമായണത്തിൽ പറയുന്നു. അന്തരീക്ഷത്തിൽ നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്, നിർത്തുമായിരുന്നു എന്ന്. അതുകൊണ്ട് അതൊരു സങ്കല്പ സൃഷ്ടിയായിട്ടല്ല പുഷ്പക വിമാനത്തെ പറയുന്നത്. അതിനനുസൃതമായ വിമാനശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഒട്ടേറെ ഭാരതീയ തത്വസംഹിതയിൽ ഉണ്ടായിട്ടുണ്ട്. ഭാരതീയ ഗ്രന്ഥസാഹസ്രത്തിൽ കോടിക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉണ്ടായതിൽ യന്ത്രസർവസ്വം ഭരദ്വാജ മഹർഷിയുടെ യന്ത്രസർവസ്വമാണ്. അതിൽ വിമാനശാസ്ത്രം പ്രത്യേകമായും പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം യന്ത്രസർവസ്വമാണ്. 40 അധ്യായമാണുള്ളത്. ഒരധ്യായത്തിൽ വിമാന നിർമ്മാണ രീതിയാണ് പറയുന്നത്, വൈമാനിക പ്രകരണം. അത് 1959 ബോധാനന്ദന്റെ വൃത്തിയോട് കൂടിയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗത്ത് വായുമണ്ഡലവും അന്തരീക്ഷവും അത് സംബന്ധിയായിട്ടുള്ള വായുമണ്ഡലത്തെയും അന്തരീക്ഷത്തെയും സംബന്ധിച്ച 25 പ്രാചീന ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അഗസ്ത്യന്റെ ശക്തിസൂത്രം, ഈശ്വരന്റെ സൗദാമിനി കല, ശാകടായനന്റെ വായു തത്വപ്രകരണം, നാരദന്റെ വൈശ്വാനര തന്ത്രം, ധൂമപ്രകരണം, ഭരദ്വാജന്റെ അംശുമതന്ത്രം, ആകാശശാസ്ത്രം എന്നിവയാണ്. അതെല്ലാം അന്തരീക്ഷത്തെയും വായുമണ്ഡലത്തെയും കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങളാണ്. ബോധായനന്റെ വരികളിലൂടെ കണ്ണോടിച്ചാൽ നിർമ്മത്യ തദ്വേദമമ്പുതിം ഭരദ്വാജോ മഹാമുനി നവനീതം സമുദ്ധത്യ യന്ത്രസർവസ്വരൂപകം പ്രായച്ഛത് സർവലോകാനാം ഈപ്സിതാർത്ഥ ഫലപ്രദം കസ്മിൻ ചത്വാരിംശദി അധികാരിയെ സംപ്രദർശിതം നാനാവിമാന വൈചിത്രരചന ക്രമബോധകം അഷ്ടാധ്യായേർ വിഭജിതം ശതാധികരണേർയുതം സൂത്രീ പഞ്ചശതേർയുക്തം വ്യോമയാന പ്രധാനകം വൈമാനികാധികരണമുക്തം ഭഗവതാ സ്വയം. ഭരദ്വാജൻ വേദരൂപമായ സമുദ്രം കടഞ്ഞെടുത്ത വെണ്ണയാണ് യന്ത്രസർവസ്വം എന്ന് പറയുന്നു. ലോകർക്കിഷ്ടാനുരൂപമായ ഫലം പ്രദാനം ചെയ്യുന്ന പ്രസ്തുത ഗ്രന്ഥത്തിന്റെ 24-ാം അധികരണത്തിലാണ് വിമാന നിർമ്മാണം പ്രതിപാദിക്കുന്നത്. ഇതിന് 8 അധ്യായങ്ങൾ, 8ലുമായി 100 അധികാരങ്ങൾ, 500 സൂത്രങ്ങൾ, 1500-ൽ പരം ശ്ലോകങ്ങളിലാണ് വ്യാഖ്യാനം വൃത്തിയുള്ളത്. മംഗളാചരണം കഴിഞ്ഞ് ഭരദ്വാജ വിമാനശാസ്ത്രകർത്താക്കളായ പൂർവാചാര്യന്മാരെയും അവരുടെ ഗ്രന്ഥങ്ങളെയും അനുസ്മരിക്കുന്നു. അത് പ്രധാന ഗ്രന്ഥങ്ങൾ മാത്രം ഇവിടെ പറയുന്നു. നാരായണ ഋഷിയുടെ വിമാനചന്ദ്രിക, ശൗനകന്റെ വ്യോമയാന തന്ത്രം, ഗർഗന്റെ യന്ത്രകൽപ്പം, വാചസ്പതിയുടെ യാനബിന്ദു, യാനം എന്ന് പറഞ്ഞാൽ വാഹനം. അപ്പോൾ ചക്രായണിയുടെ ഖേടയാഗ പ്രദീപിക, ദുണ്ഡിനാഥന്റെ വ്യോമയാന അർക്കപ്രകാശം, പൃഥിവ്യപ്സ്വന്തരീക്ഷേഷു ഖഗവത് വേഗത സ്വയം. വിമാനത്തിന്റെ നിർവചനമാണ് ഇവിടെ പറയുന്ന, ഡെഫിനിഷനാണ് പറയുന്നത്. പൃഥിവ്യപ്സ്വന്തരീക്ഷേഷു ഖഗവത് വേഗത സ്വയം യസ് സമർത്ഥോ ഭവേത് ഗന്ധം സ വിമാന ഇതി സ്മൃത. ഭരദ്വാജന്റെ നിർവചനമാണ് പൃഥിവ്യപ്സ്വന്തരീക്ഷേഷു ഖഗവത് വേഗത സ്വയം യസ് സമർത്ഥോ ഭവേത് ഗന്ധം സ വിമാന ഇതി സ്മൃത. കരയിലും വെള്ളത്തിലും ആകാശത്തിലും പക്ഷികളെ പോലെ സ്വയം സഞ്ചരിക്കാൻ കഴിയുന്ന വാഹന വിശേഷമാണ് വിമാനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വിമാനം ഇന്ന് വളരെ പ്രാവർത്തികമായ ഒരു സങ്കല്പമായതുകൊണ്ട് തന്നെ, വളരെ സാർവത്രികമായ ഒരു സങ്കല്പം എന്നുകൊണ്ട് തന്നെ അത്തരം ആ നിർവചനങ്ങളും ആ ഗ്രന്ഥത്തിന്റെ ആശയങ്ങളും നമുക്ക് വളരെ വേഗം മനസ്സിലാകും, പഴയ കാലത്തിനേക്കാളും മനസ്സിലാകും. ഭരദ്വാജന്റെ വിമാനാധികരണത്തിൽ പ്രധാനമായി 8 തരം വിമാനങ്ങളാണ് പറയുന്നത്. ഒന്ന്, ശക്ത്യുദ്ഗമ വർഗം, ആകാശത്തിൽ നിന്നും സംഭരിക്കുന്ന ശക്തി അഥവാ ഊർജം കൊണ്ട് പറക്കുന്നതാണ് ശക്ത്യുദ്ഗമ വർഗം. രണ്ടാമത്തേത് ഭൂതവാഹ വർഗം, പഞ്ചഭൂതങ്ങൾ
ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയുടെ ആഘാത പ്രത്യാഘാതങ്ങളാൽ സഞ്ചരിക്കുന്നവയാണ് ഭൂതവാഹവർഗം. മൂന്നാമത്തേത് ധൂമയാനവർഗം. ഇന്ധനങ്ങൾ എരിഞ്ഞുണ്ടാകുന്ന ധൂമശക്തിയാൽ പറക്കുന്നതാണ് ധൂമയാനവർഗം. നാലാമത്തെ ശിഖോദ്ഗമവർഗം. ശിഖി, ശിഖരണി തുടങ്ങിയ വൃക്ഷങ്ങളിൽ നിന്ന് കിട്ടുന്ന തൈലങ്ങൾ ഉപയോഗിച്ച് ഉദ്ഗമിക്കുന്നവ, അതാണ് ശിഖോദ്ഗമവർഗം. അഞ്ചാമത്തേത് അംശുവാഹവർഗം. സൗരോർജം ഉപയോഗിച്ച് സൂര്യന്റെ ഊർജം ഉപയോഗിച്ച് സഞ്ചരിക്കുന്നതാണ് അംശുവാഹവർഗം. അംശുവാഹവർഗത്തിൽ തന്നെ പലതരം കണ്ണാടികൾ ഉപയോഗിച്ച് ആ സൂര്യപ്രകാശത്തെ ആകർഷിക്കാനൊക്കെ വിവരിക്കുന്നുണ്ട്. അത് വളരെ വിശദമായിട്ട് ഇപ്പം പോകുന്നില്ല. താരമുഖവർഗമാണ് അടുത്തത്. ഉൽക്കകൾ ഭൂമിയിൽ പതിക്കുമ്പോൾ അവയിൽ നിന്ന് ഉണ്ടാകുന്ന ലോഹപിണ്ഡങ്ങൾ ഊർജദായിനികളാക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് താരമുഖവർഗം. ഏഴാമത്തേത് മണിവാഹവർഗം. ഖനികളിൽ നിന്നും കിട്ടുന്ന വിജയ, ഭദ്ര, അശ്വിക തുടങ്ങിയ ലോഹമണികളുടെയും അല്ലെങ്കിൽ കൃത്രിമമായ മണികളുടെയും ശക്തിവിശേഷം കൊണ്ട് പറക്കുന്നതാണ് മണിവാഹവർഗം. അടുത്ത എട്ടാമത്തേത് മരുത്ശാഖവർഗം. വായവോർജം കൊണ്ട് പറക്കുന്നവയാണ് മരുത്ശാഖവർഗം. ഓരോ വർഗത്തിൽ 5 തരം വിമാനങ്ങൾ നിർമ്മിച്ചതായും പേരുകൾ നൽകിയിട്ടുള്ളതായും പരാമർശിക്കുന്നു. ശക്തിഗർഭം, വേഗയുധം, ദിവാദം, കുണ്ടലീമുഖം മുതലായവയാണ് ആ പേരുകൾ. അന്നത്തെ കാലത്ത് ചൂടിനെ ആശ്രയിച്ചല്ല, പ്രകാശമണ്ഡലത്തെ ആശ്രയിച്ചാണ് വിമാനം പറന്നിരുന്നത്. അതിനാൽ ഇന്ധന ലോപം അവിടെ പ്രശ്നമായിരുന്നില്ല. ഇന്ധനത്തെ ചൂടിനെ ആശ്രയിച്ചല്ല വിമാനം പറത്തിയിരുന്നത് എന്നാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. വൈമാനിക ഗുണങ്ങൾ, പൈലറ്റിനുണ്ടാകേണ്ടതായിട്ടുള്ള ഗുണങ്ങൾ. രഹസ്യജ്ഞോധികാരി എന്ന് രഹസ്യജ്ഞ അധികാരി എന്ന് 1-ാം അധ്യായം 2-ാം സൂത്രത്തില് ഭരദ്വാജ സംഹിതയുടെ 4 ശ്ലോകങ്ങളിൽ അതിൻ്റെ വൃത്തിയും പറയുന്നു. വിമാനം പറപ്പിക്കുവാൻ അധികാരി അതിൻ്റെ രഹസ്യങ്ങളെല്ലാം അറിയുന്നവനായിരിക്കണം. ശാസ്ത്രങ്ങളിൽ 32 രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിമാനം നിർമ്മിക്കുക, അതിന് ഭൂമിയിൽ നിന്നും ആകാശത്തിലേക്ക് നയിക്കുക. വിമാന നിർമ്മാണം കൂടെ അറിഞ്ഞിരിക്കണം. ആ നിർമ്മാണത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിന് ഭൂമിയിൽ നിന്നും ആകാശത്തിലേക്ക് നയിക്കുക, അവിടെ ചലിക്കാതെ നിർത്തുക, മുന്നോട്ട് കൊണ്ടുപോവുക, വളച്ച് പുളച്ച് ഓടിക്കുക, വട്ടം കറക്കുക, വേഗം വർദ്ധിപ്പിക്കുക, വേഗം കുറയ്ക്കുക, ഇവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അപ്പം ഈ 32 രഹസ്യങ്ങളിൽ കുറച്ച് രഹസ്യങ്ങൾ കൂടെ നമുക്ക് പരിശോധിക്കാം. കൃതക രഹസ്യം, വിമാന നിർമ്മിതി മനസ്സിലാക്കണം. രണ്ടാമത് ഗൂഢരഹസ്യം, വായുതത്വപ്രകരണം. വായുസ്തംഭത്തിനപ്പുറമുള്ള യാസ, വിയാസ, പ്രയാസ മുതലായ വായുശക്തി സൂര്യകിരണങ്ങളിലെ അന്ധകാര ശക്തി ആകർഷിച്ച് വിമാനവുമായി ബന്ധിപ്പിച്ചാൽ വിമാനം അദൃശ്യമായി തീരും. മറ്റൊരാൾക്ക് കണ്ടുപിടിക്കാനാവില്ല, മറ്റൊരു വിമാനത്തിന് അറിയാൻ സാധിക്കില്ല. മൂന്നാമത്തെ അപരോക്ഷ രഹസ്യം, അടുത്തു വരുന്ന വസ്തുവിനെ മനസ്സിലാക്കല്. സർപ്പഗമന രഹസ്യമാണ് അടുത്തത്. വളഞ്ഞു പൊളഞ്ഞു ഗമിക്കലാണ് സർപ്പഗമന രഹസ്യം, പാമ്പ് സഞ്ചരിക്കുന്നത് പോലെ. അടുത്തത് പരശബ്ദഗ്രാഹക രഹസ്യം, മറ്റു വിമാനങ്ങളിലെ ശബ്ദം അറിഞ്ഞുകൊണ്ട് അതിനെ ആ വിമാനത്തെക്കുറിച്ച് മറ്റ് അന്യവിമാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കൽ ശബ്ദങ്ങളിലൂടെ. രൂപാകർഷണ രഹസ്യം, മറ്റു വിമാനങ്ങളിലുള്ള വസ്തുക്കളുടെ രൂപമറിയലാണ്. അടുത്തത് ദിക് പ്രദർശന രഹസ്യം, വിമാനത്തിന്റെ ദിക്ക് കൃത്യമായിട്ട്, വിമാനം പോകുന്ന ദിക്ക് കൃത്യമായി മനസ്സിലാക്കുക. അതുപോലെ മറ്റ് വിമാനങ്ങൾ, മറ്റു ഭാഗങ്ങൾ, ഏത് ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് വിമാനങ്ങൾ വരുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കല്. ശബ്ദകര രഹസ്യം, യുദ്ധവിമാനങ്ങളിൽ മറ്റു വിമാനങ്ങളെ സ്തംഭിപ്പിക്കുക. കർഷണ രഹസ്യം, മറ്റു വിമാനങ്ങളെ ആകർഷിക്കുക മുതലായിട്ടുള്ളത്. അതെല്ലാം യുദ്ധതന്ത്രങ്ങളിലും കൂടെ പെടുന്നതാണ്, യുദ്ധവിമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ കുറേ രഹസ്യം, 32ഓളം രഹസ്യങ്ങളും ഭരദ്വാജ സംഹിതയിൽ ഒരു പൈലറ്റ് അല്ലെങ്കിൽ വൈമാനികൻ അറിഞ്ഞിരിക്കേണ്ട രഹസ്യങ്ങൾ പറയുന്നു. കൂടാതെ ഗോളാന്തരയാത്ര മറ്റ് സ്പേസിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി വ്യാസവിരചിതമായ ബ്രഹ്മാണ്ഡസാരത്തില്
സ്ഥൂലങ്ങളും സൂക്ഷ്മങ്ങളുമായ ഉപായങ്ങൾ ഉപയോഗിച്ച് ഗോളാന്തര യാത്ര, ഗ്രഹ സമ്പർക്കം മുതലായവ സാധിക്കുമെന്ന് വേദവ്യാസനും പറയുന്നു തൻ്റെ ബ്രഹ്മാണ്ഡസാരത്തിൽ. ഇതൊക്കെ പരിശോധിക്കുമ്പോൾ, ഗഹനമായി ഇത്തരം വിഷയങ്ങളിലൂടെ കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഭാരത സമ്പ്രദായത്തിൽ, ഭാരത സംസ്കാരത്തിൽ വിമാനം എന്നത് ഒരു സങ്കല്പം മാത്രമായിരുന്നില്ല, അതൊരു യാഥാർത്ഥ്യമായിരുന്നു എന്ന്. നന്ദി.